الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുചരന്മാരുടെ കൂടെ ഒരു യാത്രയിലാണ്. ഒരു കോവർ കഴുതപ്പുറത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിക്കുന്നത്. ബനു നജാറുകാരുടെ തോട്ടത്തിന്റെ അരികിലെത്തിയപ്പോൾ ആ കഴുത വല്ലാതെ പേടിച്ച് വരണ്ടിരിക്കുന്നു. അതൊരു തരം വെപ്രാളം കാണിക്കുകയാണ്. അതിന്റെ മുതുകിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ താഴെയിടാനൊക്കെ അത് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കിയപ്പോ അവിടെ ഒരു 5-6 ഖബറുകളുണ്ട്. കൂടെയുള്ള സഹാബിമാരോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മൻ യഅരിഫു അസ്ഹാബ ഹാദിഹിൽ അക്ബർ, ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യന്മാരെ ആർക്കാണ് പരിചയമുള്ളത്? അപ്പൊ ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എനിക്ക് അവരെ പരിചയമുണ്ട്. ഫമതാ മാതു, അവരെ എപ്പോഴാണ് മരണപ്പെട്ടത്? മാതു ഫിൽ ഇഷ്റാഖ്, അവര് ജാഹിലിയത്തിൽ മരണപ്പെട്ട ആൾക്കാരാണ്. അപ്പൊ ഒപ്പമുള്ള സഹാബിമാർക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്ന ഹാദിഹിൽ ഉമ്മ തുബ്തല ഫീ ഖുബൂരിഹാ ഫലൗലാ അല്ലാ തദാഫനു ലദഅഉതു അല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബ്രി അല്ലദീ അസ്മഉ മിൻഹു. നിങ്ങൾ മറമാടുകയില്ല എന്ന പേടിയില്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കൂല എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ, ഞാൻ കേൾക്കുന്ന ഖബറിന്റെ ശിക്ഷയുടെ ശബ്ദം നിങ്ങളെയും കേൾപ്പിക്കുവാൻ ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. എന്നിട്ട് സഹാബിമാരുടെ നേരെ തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിന്നാർ, നരകശിക്ഷയിൽ നിന്ന് സഹാബ നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. തഅവ്വദൂ ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. തഅവ്വദൂ ബില്ലാഹി മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാലിന്റെ പരീക്ഷണത്തിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിനോട് അഭയം ചോദിക്കണം. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ വാക്ക് നമ്മൾ ഒന്നുകൂടി നമ്മുടെ മനസ്സിൽ ആവർത്തിക്കുക. നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ഉപ്പ, ഉമ്മ, കുടുംബക്കാര്, കൂട്ടുകാര്, അവര് മരിച്ചു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഖബറിൽ വെക്കൂല എന്ന പേടി എനിക്കില്ലായിരുന്നുവെങ്കിൽ ആ ഖബറിന്റെ ശിക്ഷ
നിങ്ങളെ കേൾപ്പിക്കുവാൻ അള്ളാഹുവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ് നബി പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും ആ ഖബർ, അവിടെ നടക്കുന്ന രംഗങ്ങൾ എത്ര ഭീകരമായിരിക്കും, ഭയാനകമായിരിക്കും. മീസാൻ കല്ലിന്റെ ചുവട്ടിലുള്ള കൂരിരുട്ടിലേക്ക്, ഖബറിലെ ഏകാന്തതയിലേക്ക് ഇനിയും നമുക്ക് ഒരുപാട് ദൂരമുണ്ട്, അകലമുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഉടുത്ത കുപ്പായത്തിനേക്കാളും നമ്മളോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നുണ്ട് മരണവും മരണത്തിന് ശേഷമുള്ള ജീവിതവും. മിനിയാന്ന് ഒരു ജനാസ നിസ്കരിച്ചു. ഒരു +2കാരന്റെ മയ്യിത്താണ്. നമ്മുടെ സഹോദരൻ മമ്പാടുള്ള സുഹൃത്ത് ഹാഷിമിന്റെ ജനാസയാണ്. ഒരു +2കാരന്റെ പ്രായം എത്രയായിരിക്കും എന്നുള്ളത് നമ്മൾ സങ്കല്പിച്ചാൽ മതി. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. കടുപ്പമുള്ളൊരു തലവേദന വന്നു, ഹോസ്പിറ്റലിൽ പോയി, തലച്ചോറിൽ ബ്ലീഡിംഗ് ആണ്, മരണപ്പെട്ടു. അള്ളാഹു ആ സഹോദരന് പുറത്തു കൊടുക്കട്ടെ. അവന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ. അള്ളാഹുവെ ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരനെയും നീ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണമേ. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറി മറിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാകും, എൻ്റെ ശരീരം ഫിറ്റാണ്, ബോഡി ഓക്കെയാണ്, ഞാൻ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്, ആരോഗ്യപരമായിട്ട് പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല, വ്യായാമം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഒരു കാരണവും വേണ്ട, ഒരു കാരണവും വേണ്ട. അള്ളാഹു നിശ്ചയിച്ച ഒരു ഡേറ്റ് ഉണ്ടല്ലോ, നമുക്ക് അള്ളാഹു നിശ്ചയിച്ച ഒരു അവധി ഉണ്ടല്ലോ. ആ അവധി എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു മടങ്ങിയേ പറ്റൂ, തിരിച്ചു പോയേ പറ്റൂ. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു അള്ളാഹുന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത ഉപദേശം നമ്മൾ ഓർക്കുന്നില്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹുവിന്റെ ഷോൾഡറിൽ കൈവച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ് ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ നീ ഒരു അപരിചിതനെ പോലെ കഴിയണം, അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ ജീവിക്കണം. എത്ര അർത്ഥവത്താണ് ആ ഉപദേശം. അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇദാ അംസൈത ഫലാ തൻതദിരി സബാഹ്. വൈകുന്നേരമായാൽ നീ പ്രഭാതത്തെ കാത്തു നിൽക്കരുത്. നാളെ നേരം പുലരുമ്പോൾ നീ ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റൂല. വൈദാ അസ്ബഹ്ത ഫലാ തൻതദിരിൽ മസാ. പ്രഭാതമായാൽ, രാവിലെയായാൽ പ്രദോഷത്തെയും നീ കാത്തു നിൽക്കാൻ പാടില്ല. സൂര്യൻ അസ്തമിക്കുമ്പോൾ നീ ബാക്കിയുണ്ടാകുമോ എന്ന് ഒരുറപ്പും ഇല്ല. വഖുദ് മിൻ സിഹ്ഹതിക ലിമറദിക്. അതുകൊണ്ട് നീ രോഗിയാകുന്നതിന് മുമ്പുള്ള നിന്റെ ആരോഗ്യം ഉണ്ടല്ലോ, അത് നീ ഉപയോഗപ്പെടുത്തണം. വമിൻ ഹയാതിക ലിമൗതിക്. നിന്റെ ജീവിതത്തിലേക്ക് മലക്കുൽ മൗത്തും കൂട്ടരും വരുന്നതിന് മുമ്പുള്ള അള്ളാഹു തന്ന അവസരം, നിന്റെ ജീവിതം, അത് നീ ഉപയോഗപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, പെട്ടെന്ന് പൊടുന്നനെ ഒരു ദിവസമായിരിക്കും നമ്മുടെ മടക്കം ഉണ്ടാവുക. അപ്പൊ എപ്പോഴും ആ മടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരെ ഓർമ്മപ്പെടുത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി പറയാണ്, യാ റസൂലല്ലാഹ് അല്ലിംനി വ ഔജിസ്. അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എനിക്കൊരു ഉപദേശം തരണം, നിങ്ങൾ എന്നെ പഠിപ്പിച്ചു തരണം, ചുരുങ്ങിയ വാക്കുകളിൽ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത് കൊടുത്ത ഉപദേശം എന്താണെന്നറിയോ? നീ നിസ്കരിക്കാൻ നിന്നാൽ ഫസല്ലി സലാത്ത മുവദ്ദിഅ. വിടവാങ്ങുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണോ നിസ്കരിക്കുക അങ്ങനെ നീ നിസ്കരിക്കാൻ നിൽക്കണം. നമ്മളാരെങ്കിലും നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഇതിന്റെ അവസാനത്തെ നിസ്കാരമാണ് എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കാറുണ്ടോ? ഇന്ന് ഫജ്ർ നിസ്കരിച്ചപ്പോ ഇതെന്റെ അവസാനത്തെ സുജൂദുകളാണ്, അവസാനത്തെ റുക്കൂഉകളാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവ് അത് വളരെ കുറച്ചാണ്. അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമിച്ചത് ഒരു തുള്ളി വെള്ളത്തോടാണ്. ആഖിറത്ത് പരന്നു കിടക്കുന്ന കടലാണ്. ആഖിറത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതൊരു തുള്ളി വെള്ളമാണ്. അത് വളരെ കുറച്ചാണ്. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ ദുനിയാവിന്റെ തുടക്കം മുതൽ ഈ ദുനിയാവ് അവസാനിക്കുന്നവരെ, ഖിയാമത്ത് നാൾ വരെ ഉള്ളതിന്റെ വലുപ്പമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു തുള്ളി വെള്ളം. അതിൽ നിന്ന് എത്ര തീർന്നുപോയി, അതിൽ നിന്ന് എത്രയാണ് ഇനി ബാക്കിയുള്ളത്, ആ ഒരു തുള്ളിയിൽ നിന്ന് എത്രയാണ് അള്ളാഹു നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് തന്ന ആ വളരെ കുറച്ച അളവിൽ നിന്ന് എത്ര തീർന്നുപോയി, ഇനി നമുക്ക് എത്രയാണ് ബാക്കിയുള്ളത് എന്ന് നമ്മൾ ആലോചിക്കുക. ഈ വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റിയിട്ട് ആലോചിച്ചിട്ട് നമുക്കൊരു ടെൻഷനും ബേജാറും പേടിയൊന്നും തോന്നുന്നില്ലേ? എന്താ നമ്മുടെ കയ്യിലുള്ള ധൈര്യം? എന്താ നമ്മൾ സമാധാനിക്കാനുള്ള കാരണം? എന്ത് ആശ്വാസത്തിലാണ് നമ്മൾ ഉള്ളത്? നമ്മൾ എന്താണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ഉമ്മ
ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ അവസാന നിമിഷങ്ങളിലാണ്, മരണത്തിന്റെ വിരിപ്പിലാണ്. ആയിഷ ബീവിയെ കാണാൻ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വരുന്നുണ്ട്. അപ്പൊ ആദ്യം അനുവാദം ചോദിച്ചു. ആയിഷ ബീവിക്ക് മനസ്സിലായി ഇബ്നു അബ്ബാസ് വരുന്നത് എന്നെ ഒന്ന് പുകഴ്ത്തി പറയാനാണ്, സമാധാനിപ്പിക്കാനാണ്. ആയിഷ ബീവി ആദ്യം അനുവാദം കൊടുത്തില്ല. പിന്നീട് സഹോദരൻ അബ്ദുറഹ്മാൻ നിർബന്ധിച്ചിട്ട് ആയിഷ ബീവി അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ വന്നു നമ്മുടെ ഉമ്മയോട് സംസാരിക്കുകയാണ്. യാ ഉമ്മ അബ്ശിരി, നിങ്ങൾ സന്തോഷിക്കുക. കുൻതി അഹബ്ബ നിസാഇ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും പ്രിയപ്പെട്ട പത്നി നിങ്ങളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നിങ്ങളെയാണ്. ഒരു യുദ്ധയാത്രയിൽ നിങ്ങളുടെ മാല നഷ്ടപ്പെട്ടു. അന്ന് വഴിയിൽ മുസ്ലിങ്ങൾ തടയപ്പെട്ടു. അവർക്ക് വെള്ളമില്ല. ആ സമയത്ത് ഇളവായിട്ട് അള്ളാഹു തയമ്മും എന്ന ഹുക്മ് അവതരിപ്പിച്ചു. അത് ഫകാന ദാലിക ബിസബബിക വബറകതിക, അത് നിങ്ങളുടെ ബറക്കത്ത് കൊണ്ടാണ്, നിങ്ങളുടെ കാരണം കൊണ്ടാണ് ഈ ഉമ്മത്തിന് കിട്ടിയത്. അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂലും കൂട്ടരും മദീനയിൽ നിങ്ങൾക്കെതിരെ ആരോപണം പറഞ്ഞു. വ്യഭിചാര ആരോപണം ഉണ്ടായി. നിങ്ങൾ തെറ്റുകാരിയാണ് എന്ന് മുനാഫിക്കുകൾ പാടി നടന്നു. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് അള്ളാഹു നിങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചു. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ നിഷ്കളങ്കയാണ് എന്ന് സൂറത്തു നൂറിലെ ആദ്യത്തെ വചനങ്ങൾ അള്ളാഹു ഇറക്കി തന്നു. അതൊക്കെ നിങ്ങളുടെ ശ്രേഷ്ഠതയാണ്, അതുകൊണ്ട് നിങ്ങൾ സന്തോഷിക്കുക. അപ്പൊ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയോട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഇബ്നു അബ്ബാസ് ദഅനി മിൻക വമിൻ തസ്കിയതിക, ഇബ്നു അബ്ബാസ് നീ ഒന്ന് എന്നെ വെറുതെ വിട്, അന്റെ പുകഴ്ത്തലും പ്രശംസയൊന്നും എനിക്ക് കേൾക്കണ്ട. ഫവല്ലാഹി ലവദിത്തു അന്നി കുൻതു നസിയം മൻസിയ, ആയിഷ എന്ന ഒരാൾ തന്നെ ജീവിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നാണ്. പ്രിയപ്പെട്ടവരാരാണ് ആയിഷ ബീവി? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് നമ്മുടെ ഉമ്മയെയാണ്. സ്വർഗത്തിലും ആയിഷ ബീവി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, ജീവിത പങ്കാളിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഫദ്ല ആയിഷത അലൻ നിസാ കഫദ്ലി തരീദി അലാ സായിരി തആം, ബാക്കിയുള്ള ഭക്ഷണത്തെക്കാളൊക്കെ വിഭവങ്ങളെക്കാളൊക്കെ സരീദിനുള്ള സ്ഥാനം എന്താണോ അതാണ് ബാക്കിയുള്ള പെണ്ണുങ്ങളെക്കാളൊക്കെ ആയിഷ ബീവിക്കുള്ള സ്ഥാനം. അപ്പൊ ഓർക്കൊക്കെ ഉണ്ടായിരുന്ന പേടിയും ബേജാറുമാണ് നമ്മളവിടെ കാണുന്നത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടിട്ടാണ് ഈ ധൈര്യവും സമാധാനമൊക്കെ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. നമുക്ക് സ്വകാര്യമായ നന്മകൾ വേണം. നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന സുഹൃതങ്ങൾ, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രം കൊതിച്ചുകൊണ്ട് നമ്മൾ രഹസ്യമായി ചെയ്ത കർമ്മങ്ങൾ, അങ്ങനത്തെ കർമ്മങ്ങൾ നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. അത് ആരും അറിയാതെയുള്ള 2 റക്അത്ത് നിസ്കാരമാകാം, നമ്മുടെ നീളമേറിയ സുജൂദുകളാകാം, നമ്മുടെ ചൂടും ചൂരും അറിയുന്ന പ്രിയപ്പെട്ടവൾ പോലും അറിയാതെ നമ്മൾ ചെലവഴിച്ച സ്വതക്കയാകാം, നമ്മൾ ഓതി തീർത്ത ഖുർആനിന്റെ പേജുകളാകാം. ആരും അറിയാത്ത സ്വകാര്യ നന്മകൾ, രഹസ്യമായ കർമ്മങ്ങൾ നമുക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുക. അങ്ങനെ സ്വകാര്യമായിട്ട് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രം കൊതിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മകൾക്കുണ്ടല്ലോ, അതിന് വേറെ തന്നെ ഒരു മധുരവും ഫീലിംഗും ഉണ്ട്. അതിന് അള്ളാഹു തരുന്ന സ്വീകാര്യതയും വളരെ വലുതായിരിക്കും. ബനൂ ഇസ്രായേലുകാരനായ ഒരാളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയാൾ തീരുമാനിക്കുകയാണെങ്കിൽ അതസദ്ദഖന്ന ലൈല ബിസദഖത്തിൻ, വളരെ സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് ആരും അറിയാതെ ഞാൻ കുറച്ച് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി മാത്രമാണ് ഞാൻ കൊതിക്കുന്നത്. അങ്ങനെ രാത്രി അയാള് രഹസ്യമായിട്ട് പുറത്തിറങ്ങി വഴിയിൽ കണ്ട ഒരാളെ സ്വതക്ക ഏൽപ്പിച്ചു. അയാൾ തിരിച്ചു പോന്നു. അപ്പൊ അന്ന് സ്വതക്ക കിട്ടിയത് ഒരു വേശ്യയുടെ കയ്യിലാണ്. ഇയാൾ ആരാണ് എന്താണെന്ന് നോക്കിയിട്ടില്ല, സ്വകാര്യമായിട്ട് സ്വതക്ക കൊടുക്കാൻ തീരുമാനിച്ചു. ആ സ്വതക്ക ഒരു വേശ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരിച്ചു പോന്നു. അപ്പൊ നേരം പുലർന്നപ്പോ നാട്ടിലൊക്കെ ആകെ വർത്താനായി. ആരോ ഇന്നലെ കൊണ്ടുപോയിട്ട് തുസുദ്ദിക അല അസാനിയ, ഒരു വേശ്യക്ക് കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്, ആരാണ് ഈ സ്വതക്കൊക്കെ കൊടുക്കുന്നത്? അപ്പൊ അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അല അസാനിയ, സാരില്ല, ഞാനൊരു ഫക്കീറിന് കൊടുക്കണം എന്നാ വിചാരിച്ചത്, അത് കിട്ടിയത് ഒരു വേശ്യക്കാണ്, പ്രശ്നമില്ല. 2ാമത്തെ രാത്രിയും അയാൾ തീരുമാനിക്കുകയാണ്, ഇന്ന് രാത്രി ഞാൻ സ്വതക്ക കൊടുക്കും, സ്വകാര്യമായി രഹസ്യമായി ആരും അറിയാതെ അള്ളാഹുവിന്റെ അടുക്കലുള്ള കൂലി കൊതിച്ചുകൊണ്ട്. 2ാമത്തെ രാത്രിയിലും അയാൾ സ്വതക്കയുടെ വിഹിതവുമായിട്ട് ഇറങ്ങി വഴിയിൽ കണ്ട ഒരാളെ സ്വതക്ക ഏൽപ്പിച്ചു, തിരിച്ചു പോന്നു. അന്ന് സ്വതക്ക കിട്ടിയത് ആ നാട്ടിലെ സമ്പന്നനായ ഒരാളുടെ കയ്യിലാണ്. അപ്പൊ പിറ്റേ ദിവസവും നേരം പുലർന്നപ്പോ നാട്ടുകാർ പറയുന്നുണ്ട്, തുസുദ്ദിക അല ഗനിയ്യിൻ, ഇന്നലെ രാത്രി ആരോ ഒരു
സമ്പന്നന് കൊണ്ടുപോയിട്ട് ധനികന് കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോഴും അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാ അല്ലാഹും ലക്കൽ ഹംദ്, അള്ളാഹുവെ നിനക്കാണ് സർവസ്തുതി. ഞാനൊരു ഫക്കീറിനെയാണ് ലക്ഷ്യം വെച്ചത്, പക്ഷെ സ്വതക്ക കിട്ടിയത് ഒരു ധനികന്റെ കയ്യിലാണ്. മൂന്നാമത്തെ ദിവസം അയാൾ പറയാണ്, ഇന്നും ഞാൻ സ്വതക്ക കൊടുക്കും രഹസ്യമായിട്ട്. മൂന്നാമത്തെ ദിവസം അയാളുടെ സ്വതക്ക കിട്ടിയത് ഒരു കള്ളന്റെ കയ്യിലാണ്. അപ്പൊ അടുത്ത ദിവസം നാട്ടുകാർ പറഞ്ഞു, തുസുദ്ദിഖ അലാ സാരിഖിൻ, ഒരു കള്ളന് ഒരാൾ കൊണ്ടുപോയിട്ട് സ്വതക്ക കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അയാൾ അള്ളാഹുവിനെ സ്തുതിച്ചു. ഈ സ്വതക്കകളൊക്കെ കൊടുത്തതിന് ശേഷം ഈ മനുഷ്യൻ സ്വപ്നം കാണുകയാണ്, ഇയാളുടെ 3 ദിവസത്തെ സ്വതക്കയും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ആ സ്വതക്ക കാരണം ആ നാട്ടിലുണ്ടായ മാറ്റം എന്താണെന്നറിയോ? അയാളുടെ സ്വതക്ക കിട്ടിയതോടുകൂടി വേശ്യ ആ പണി നിർത്തി. പണത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ ഏർപ്പാട് ചെയ്തിരുന്നത്, ഇനി അതിന്റെ ആവശ്യമില്ല. ആ വേശ്യ ആ ഏർപ്പാട് അവസാനിപ്പിച്ചു. ഇയാളുടെ സ്വതക്ക കിട്ടിയപ്പോ ധനികനായ മനുഷ്യൻ ആലോചിക്കുകയാണ്, എനിക്കും അള്ളാഹു കുറെ മുതലൊക്കെ തന്നിട്ടുണ്ടല്ലോ, പക്ഷെ ഞാൻ ആർക്കും ഇങ്ങനെ സ്വതക്ക ഒന്നും കൊടുക്കാറില്ല. അയാളുടെ പിശുക്കൊക്കെ മാറ്റിയിട്ട് അയാൾ ഒരു ധർമ്മിഷ്ഠനായി മാറിയെന്നാണ്. ഇയാളുടെ സ്വതക്ക കിട്ടിയതോടുകൂടി ആ കള്ളൻ മോഷണവും നിർത്തി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇയാൾ ഇതൊന്നും ലക്ഷ്യം വെച്ചിട്ടല്ല സ്വതക്ക കൊടുത്തത്. അയാൾ ലക്ഷ്യം വെച്ചത് എന്താണ്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള കൂലി വേണം. വേറെ ആരും ഞാൻ ചെയ്യുന്ന ഈ നന്മ അറിയണ്ട. വളരെ രഹസ്യമായിട്ട് സ്വകാര്യമായിട്ട് അയാൾ ചെയ്തൊരു നന്മക്ക് അള്ളാഹു കൊടുത്ത റിസൾട്ട് എത്ര വലുതാണ്. ഇവരൊക്കെ മാറിയതിന്റെ കൂലി ഈ മനുഷ്യൻക്കാണ് കിട്ടുന്നത്. അത് സ്വകാര്യമായ നന്മക്ക് അള്ളാഹു കൊടുക്കുന്ന കൂലിയാണ്. നമുക്ക് അങ്ങനത്തെ സ്വകാര്യമായ നന്മകൾ ഉണ്ടാകണം. നമ്മളും നമ്മുടെ റബ്ബും മാത്രം അറിയുന്ന സുഹൃതങ്ങൾ. അങ്ങനത്തെ കുറെ ദോഷങ്ങൾ നമ്മൾ അടുത്തുണ്ട് അല്ലെ? നമ്മൾ ഒറ്റക്കാകുമ്പോ നമ്മുടെ കോലവും നമ്മുടെ മുഖവും എത്ര വികൃതമാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. സുഫിയാൻ ഇബ്നു ഉയൈന റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, ലൗലാ സത്റുല്ലാഹി അലൈനാ മാ ജാലസനാ അഹദുൻ, അള്ളാഹുവിന്റെ മറ നമുക്കില്ലായിരുന്നുവെങ്കിൽ ഒരാൾ നമ്മുടെ കൂടെ ഇരിക്കുമായിരുന്നില്ല. അത് എത്ര സത്യമാണെന്ന് നമ്മൾ ചിന്തിക്കുക. ഹാറൂൺ റഷീദിന്റെ സൈന്യത്തിൽ 20,000 സൈനികരുണ്ടായിരുന്നു. ആ 20,000 സൈനികർ അവരുടെ സൈനിക രജിസ്റ്ററിൽ ഒപ്പുവെച്ചിരുന്നില്ല. അവർ ശമ്പളം കൈപ്പറ്റിയിരുന്നില്ല. അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളത് മാത്രം മതി എന്നാണ് അവർ തീരുമാനിച്ചത്. അതെന്തൊരു മനസ്സാൻ, അത് എത്ര നല്ല ഇഖ്ലാസാൻ. ഇപ്പൊ പ്രിയപ്പെട്ടവരെ, അങ്ങനത്തെ സ്വകാര്യമായ സുഹൃതങ്ങൾ ചെയ്ത് മുന്നേറുവാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നന്മകളിൽ മുന്നേറുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുബാ പള്ളിയിൽ ഒരു ഇമാം ഉണ്ടായിരുന്നു, ഒരു അൻസാരിയായ സഹാബി. ആ സഹാബി ഇമാമ് നിൽക്കുമ്പോഴൊക്കെ, നിസ്കരിക്കുമ്പോഴൊക്കെ ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതും. സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ സൂറത്തുൽ ഇഖ്ലാസ് ഓതും. പിന്നെയാണ് വേറൊരു സൂറത്ത് ഓതിയിരുന്നത്. വകാന യസ്നഉ ദാലിക ഫീ കുല്ലി റക്അ, എല്ലാ റക്അത്തിലും ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ പിറകിൽ നിൽക്കുന്ന മഅ്മൂമീങ്ങൾ അവരയാളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തിനാപ്പോ ഒറ്റ റക്അത്തിൽ തന്നെ ഇങ്ങനെ 2 സൂറത്തുകൾ ഓതുന്നത്? ഒന്നുകിൽ നിങ്ങൾ സൂറത്തുൽ ഇഖ്ലാസ് മാത്രം ഓതിക്കോളി, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിക്കോളി. എന്തിനാണ് എല്ലാ റക്അത്തിലും ഇങ്ങനെ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നത്? അപ്പൊ അൻസാരിയായ ഇമാമ് പറഞ്ഞു, ഞാൻ ഇമാമ് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതല്ല, നിങ്ങൾക്ക് വേറൊരാളെ ഇമാമ് നിർത്തണമെങ്കിൽ നിങ്ങൾ നിർത്തിക്കോളി, എനിക്ക് പ്രശ്നമില്ല. അങ്ങനെ അവസാനം ഈ വിഷയം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലെത്തി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഇപ്പൊ നിങ്ങളെ മഅ്മൂമിങ്ങൾ പറഞ്ഞ കാര്യം അനുസരിക്കാൻ നിങ്ങൾക്ക് തടസ്സം? അവർ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് ഓതിയാ പോരെ? അപ്പൊ ആ സഹാബി പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, സൂറത്തുൽ ഇഖ്ലാസ് ഇന്നി ഉഹിബ്ബുഹാ, ആ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഇഷ്ടം അംഗീകരിച്ചു കൊടുക്കാൻ, ഹുബ്ബുക ഇയ്യാഹ അദ്ഖലകൽ ജന്ന, ആ സൂറത്തിനോടുള്ള ഇഷ്ടം നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തു.
ഇപ്പൊ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒന്ന് രണ്ട് മെസ്സേജുകൾ. ഒന്ന്, ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളുടെ കൂട്ടത്തിൽ എനിക്കേറ്റവും പ്രിയപ്പെട്ടത് ഈ സൂറത്താണ് എന്ന് പറയാൻ ഒരു സൂറത്ത് നമുക്കുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. അങ്ങനത്തെ ഒരു കണക്ഷൻ ഖുർആനുമായിട്ടും ഖുർആനിലെ സൂറത്തുകളുമായിട്ടും നമുക്കുണ്ടോ? ഏറ്റവും ചുരുങ്ങിയത് ഡെയിലി നമ്മൾ പലതവണ ആവർത്തിച്ച് ഓതുന്ന ചെറിയ ചെറിയ അധ്യായങ്ങളെങ്കിലും അങ്ങനെ പ്രിയപ്പെട്ടതാക്കാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഓരോ സൂറത്തും അടുത്തറിയുമ്പോൾ ആ സൂറത്തിനെ നമ്മൾ സ്നേഹിക്കും. ആ സൂറത്തിനോട് വല്ലാത്തൊരു ഇഷ്ടം നമുക്കുണ്ടാകും. ഇനി ആ സൂറത്തുകൾ കൂടുതൽ അടുത്തറിയുക എന്നുള്ളതാണ് മാർഗം. ഇപ്പോ സൂറത്തുൽ കാഫിറൂൻ ഇറങ്ങാനുള്ള ഒരു കാരണം ഉണ്ടല്ലോ. മക്കക്കാര്, ഖുറൈശികൾ, പ്രമാണിമാർ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. മുഹമ്മദേ, എന്തിനാ നമുക്കിടയിൽ ഒരു പ്രശ്നം? നമ്മൾ ഒരേ നാട്ടുകാരാണ്, കുടുംബക്കാരാണ്, നമ്മളിങ്ങനെ തെറ്റിപ്പണങ്ങി നടക്കേണ്ട കാര്യമില്ലല്ലോ. ഒരു വർഷം നീ ഞങ്ങളുടെ ഇലാഹുകളെ ആരാധിക്കുക, അടുത്ത വർഷം നിന്റെ അള്ളാഹുവിനെ ഞങ്ങൾ ആരാധിക്കും. അവിടെയാണ് 7 ആകാശങ്ങൾക്ക് അപ്പുറത്തു നിന്ന് കനമുള്ള 6 ആയത്തുകൾ അള്ളാഹു ഇറക്കി കൊടുക്കുന്നത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഈ സബബുൻ നുസൂലും സൂറത്തിറങ്ങാനുള്ള പശ്ചാത്തലമൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ ആ സൂറത്തുൽ കാഫിറൂൻ ഓതുമ്പോൾ അതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ട്. അബ്രഹത്തും കൂട്ടരും യമനിൽ നിന്ന് വന്നതും അവരെ അള്ളാഹു നശിപ്പിച്ച് ഇല്ലാതാക്കിയതും കഅബയെ അള്ളാഹു സംരക്ഷിച്ചതും ആനക്കലഹ വർഷമൊക്കെ ശരിക്ക് പഠിച്ച ഒരാള് സൂറത്തുൽ ഫീൽ ഓതുമ്പോ അതിന് വേറെ തന്നെ ഒരു ഫീലാണ്. അയാൾ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന് ഓതുന്നതും ഈ ചരിത്രവും പശ്ചാത്തലമൊന്നും അറിയാത്ത ഒരാള് ആ സൂറത്ത് ഓതുന്നതും തമ്മിൽ മാറ്റമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചു. വഹി വന്നതിന് ശേഷം കുറച്ചു കാലം നബിക്ക് വഹി വരുന്നില്ല. അപ്പൊ മക്കക്കാര് കളിയാക്കാൻ തുടങ്ങി. എന്തേ മുഹമ്മദ്, എന്റെ ശൈത്താന്റെ കയ്യിൽ നിന്നുള്ള വഹി നിലച്ചോ? ബോധനം നിന്നുപോയോ? അള്ളാഹുന്റെ റസൂലെ, നിങ്ങളെ റബ്ബ് വെറുത്തിട്ടില്ല, നിങ്ങളുടെ റബ്ബ് നിങ്ങളെ ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ ഈ കാരണങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഒരാൾ സൂറത്തു ദുഹ ഓതുമ്പോ അതിന് വേറെ തന്നെ ഒരു മധുരമുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു അടുപ്പം സ്ഥിരമായിട്ട് പതിവായിട്ട് നമ്മൾ ഓതുന്ന സൂറത്തുകളോടെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ഈ സഹാബിക്ക് സൂറത്തുൽ ഇഖ്ലാസ് പ്രിയപ്പെട്ടതാകാനുള്ള കാരണം എന്താണ്? ആ സൂറത്തിന് അത്രക്കും അടുത്തറിഞ്ഞത് കൊണ്ടാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ ഈ സഹാബി ഒറ്റ നിസ്കാരത്തിൽ തന്നെ 2 റക്അത്തുകളിലും ഒരേ സൂറത്ത് ഓതാൻ. സൂറത്തുൽ ഇഖ്ലാസ് 2 റക്അത്തിൽ ഓതുന്നുണ്ട്. മാത്രമല്ല ഫാത്തിഹയ്ക്ക് ശേഷം 2 സൂറത്തുകൾ ഓതുന്നുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നുണ്ട്, അതിന് പുറമെ വേറൊരു സൂറത്തും ഓതുന്നുണ്ട്. അപ്പൊ അത് അനുവാദമുള്ള കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾക്ക് വേണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹ കഴിഞ്ഞാൽ ഒറ്റ റക്അത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഓതണമെങ്കിൽ ഓതാം എന്നതിന് കൂടി ഈ സംഭവം തെളിവാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഫജ്ർ നിസ്കാരത്തിൽ 2 റക്അത്തുകളിലായിട്ട് സൂറത്തു സൽസല, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ എന്ന സൂറത്ത് ഓതിയത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഒറ്റ റക്അത്തിൽ തന്നെ ഒന്നിലധികം സൂറത്തുകൾ ഫാത്തിഹയ്ക്ക് ശേഷം ഓതാം. ഒരേ സൂറത്ത് തന്നെ 2 റക്അത്തുകളിൽ ഓതണമെങ്കിൽ അതിനും നമുക്ക് അനുവാദമുണ്ട് എന്ന ഒരു കാര്യം കൂടി ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടും. ഏതായാലും അള്ളാഹുവിന്റെ കിതാബിലേക്ക് കൂടുതൽ അടുക്കാനും ചെറിയ ചെറിയ സൂറത്തുകളുടെ ആശയങ്ങളും തഫ്സീറുകളും പഠിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു നമ്മളെല്ലാവരെയും അതിന് സഹായിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും റഹ്മാനെ നീ ഞങ്ങൾക്ക് പുറത്തു നൽകണമേ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗികളായ ആളുകളുണ്ട്, അവരുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, കടം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്, അവരുടെ കടങ്ങൾ നീ വീട്ടിക്കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സമാധാനവും ശാന്തിയും നൽകണമേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.